ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് ഉപയോഗിക്കുക? വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് ഗൂഗിളിൽ വാട്സാപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുക. വാട്സാപ്പ് വെബ്. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ വാട്സാപ്പ് വെബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിലൊരു ബാർകോഡ് ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഫോണിൽ വാട്സാപ്പ് ഓൺ ആക്കി വെക്കുക. എന്നിട്ട് സെറ്റിംഗ്സ്, വാട്സാപ്പിലെ സെറ്റിംഗ്സിൽ ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, വാട്സാപ്പ് വെബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ വാട്സാപ്പ് വെബ് ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ തന്നിരിക്കുന്ന ബാർകോഡ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? സ്കാൻ ചെയ്തെടുക്കുക. ആ സമയത്ത് നമ്മുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയച്ചു നോക്കാം. നമ്മുടെ കോണ്ടാക്റ്റിലെ ഒരാൾക്ക് ഞാൻ ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അയാൾക്ക് മെസ്സേജ് ഡെലിവേർഡ് ആയി, റിപ്ലൈയും വന്നു, ഹായ് എന്ന് പറഞ്ഞ് റിപ്ലൈയും വന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ തന്നെ മെസ്സേജ് അയക്കുന്ന പോലെ മെസ്സേജ് അയക്കാൻ പറ്റും. ഇനി സ്റ്റാറ്റസ് കാണണമെങ്കിൽ അറൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോണിൽ വന്നിട്ടുള്ള സ്റ്റാറ്റസുകളെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഈ മുകളിൽ കാണുന്ന ഈ റൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസുകളെല്ലാം കാണാൻ പറ്റും. ഇനി ആർക്കെങ്കിലും ഫയൽസ് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ മുകളിൽ ജം ക്ലിപ്പിന്റെ മാതൃകയിലുള്ള അതിൽ ക്ലിക്ക് ചെയ്ത ഫയൽസ് ആയാലും ഫോട്ടോസ് ആയാലും ഡോക്യുമെന്റ്സ് ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോണിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ ഇയാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്ന ഒരു വോയിസ് മെസ്സേജ് എങ്ങനെയാണ് അയക്കുന്നതെന്നാണ്. നമ്മൾ ഈ ടൈപ്പ് എ മെസ്സേജ് ഉണ്ടല്ലോ, അതിന്റെ വലതു ഭാഗത്തായിട്ട് മൈക്കിന്റെ ഒരു സിമ്പൽ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അവർ ചോദിക്കും അലോ മൈക്രോഫോൺ. നമ്മുടെ കമ്പ്യൂട്ടർ ആ മൈക്രോഫോൺ ഓൺ ആക്കാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൈലീസ് വേണമെങ്കിൽ സ്മൈലീസ് കൊടുക്കാൻ പറ്റും, ജിഫ് കൊടുക്കാൻ പറ്റും, പിന്നെ അതുപോലെ സ്റ്റിക്കേഴ്സ് കൊടുക്കാൻ പറ്റും. നമ്മൾ ഫോണിൽ ചെയ്യുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ കമ്പ്യൂട്ടർ നോക്കിയാലും കാണാൻ പറ്റും. ഓക്കെ, ഇനി ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. അതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ലോഗ് ഔട്ട് ചെയ്തു ഞാൻ. കണ്ടില്ലേ, ഇങ്ങനെ സ്ക്രീനിൽ വരുന്ന ബാർകോഡ് സ്കാൻ ചെയ്യുക മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് സിസ്റ്റത്തിനെ നമ്മുടെ ഫോണിലെ വാട്സാപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്